Hello friends, welcome back to Code Blasters. So ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന കോഡ് from line number 1 till line number 17 doc type HTML മുതൽ HTML വരെ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടോപ്പ് ടു ബോട്ടം നിന്ന് തുടങ്ങാം. വാട്ട് ഇസ് doc type HTML? doc type HTML മെയിൻലി ബ്രൗസറിന് മനസ്സിലാവുന്ന ഡോക്യുമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ doc type HTML നമ്മൾ ബ്രൗസറിനോട് പറയാം ഇതൊരു HTML ഡോക്യുമെൻ്റ് ആണ്, പ്ലീസ് ഷോ ദാറ്റ് ടു മീ. ഓക്കെ, സോ ബ്രൗസറിന് മനസ്സിലാവുന്ന ഡോക്യുമെൻറ്റ് പല ടൈപ്പ് ഉണ്ട്. HTML ഉണ്ട്, XHTML ഉണ്ട്. സോ അതിൽ നിന്ന് കുറച്ച് പോപ്പുലർ ആയ ഡോക്യുമെൻ്റ് ആണ് HTML. സോ ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ്, HTML ലാങ് ഈസ് ഈക്വൽ ടു EN. ഇവിടെ ഇത് HTML ഓപ്പണിംഗ് ടാഗാണ്. ഇവിടെ കണ്ടോ, ആംഗുലർ ബ്രാക്കറ്റ് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ നേരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ HTML, ഇത് ഓപ്പണിംഗ് ടാഗ് HTML, ഇത് ക്ലോസിംഗ് ടാഗ് HTML. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോർവേഡ് സ്ലാഷ് ഉണ്ടാവും അതിനുശേഷമാണ് ക്ലോസ് ആവുക. അപ്പോൾ ക്ലോസിംഗ് ടാഗിന് ഒരു ഫോർവേഡ് സ്ലാഷ് ഉണ്ടാവും. ഓക്കെ, സോ ഇതൊരു ടാഗാണ്, HTML ടാഗ്. ഇത് അതിൻ്റെ ആട്രിബ്യൂട്ട്. ലാങ് എന്ന് ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു EN. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലൈൻ വരുന്നത് ഹെഡ്. ഇതിവിടെ ഹെഡും ഉണ്ട്, ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെഡ് ടാഗ് ആൻഡ് ബോഡി ടാഗ്. ഹെഡ് ഓപ്പൺ, ഹെഡ് ക്ലോസ്, ബോഡി ഓപ്പൺ, ബോഡി ക്ലോസ്. സോ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിർബന്ധമായി ക്ലോസും ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ എറർ ഷോ ആവും. സോ നെക്സ്റ്റ്, മെറ്റാ ടാഗ്സ്. ഈ ഹെഡിനകത്ത് മെറ്റാ ടാഗ്സ് ഉണ്ട്. സോ മെറ്റാ ടാഗ്സ് മെയിൻലി SEO പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒരു വെബ്സൈറ്റ് ഗൂഗിൾ എന്നൊക്കെ പറയുന്ന സെർച്ച് എഞ്ചിൻ്റെ ടോപ്പ് റാങ്കിങ് ലിസ്റ്റിലെത്തണമെങ്കിൽ അത് SEOയിലൂടെ മാത്രമായിരിക്കും അത് പോസിബിൾ. ആൻഡ് പോസിബിലിറ്റി മെറ്റാ ടാഗ്സിൻ്റെ കീവേഡ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയോണ്ട് മാത്രമാവില്ല, അതിന് വേറെ ഒരുപാട് റിക്വയർമെൻറ്റ്സും ഉണ്ട്. ആൻഡ് അതിൻ്റെ ഫർദർ നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ക്രോളിംഗ്, വെബ് ക്രോളിംഗ്, ഇൻഡെക്സിങ്, റാങ്കിങ്, വെബ് സ്പൈഡേഴ്സ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു വീഡിയോസ് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ആൻഡ് മെയിൻലി ഇത് മനസ്സിലാക്കിയാൽ മതി. ഹെഡ് ടാഗിൻ്റെ മെറ്റാ ടാഗ്സ്, എക്സ്റ്റേണൽ CSS സ്റ്റൈൽ ഷീറ്റ് ലിങ്ക്. ഈ CSS ലിങ്ക് പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ലിങ്കും ഇവിടെ ഹെഡ് ടാഗിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ ഫർദർ വീഡിയോസിൽ പറഞ്ഞു തരാം. അതിനുശേഷം ടൈറ്റിൽ, പിന്നെ ഹെഡ് ടാഗ് ക്ലോസ്, ബോഡി ടാഗ് ഓപ്പൺ, വെബ്സൈറ്റ് കണ്ടന്റ് എഴുതി കഴിഞ്ഞ് ബോഡി ടാഗ് ക്ലോസ്, അത് കഴിഞ്ഞ് HTML ക്ലോസ്. ഓക്കെ, സോ ഇതാണ് ബൈ ഡിഫോൾട്ട് ഒരു ബേസിക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട HTML സ്ട്രക്ചർ. ഇതിന് ബോയിലർ പ്ലേറ്റ് എന്നും പറയാറുണ്ട്. ബോയിലർ പ്ലേറ്റ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒരു ബേസിക് ടെംപ്ലേറ്റ് ആണ് ടു സ്റ്റാർട്ട് യുവർ പ്രൊജക്റ്റ്. ഒരു ബേസിക് ടെംപ്ലേറ്റ്, അതാണ് ബോയിലർ പ്ലേറ്റ്. സോ നെക്സ്റ്റ്, ഇവിടെ ഹെഡ് ടാഗിൻ്റെ അകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആരോ ഓപ്ഷൻ ഉണ്ട്, ഡൗൺ സൈഡ് ആരോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഓപ്പൺ, ഹെഡ് ക്ലോസ് ആവും. ആൻഡ് ബേസിക്കലി ഇതിനെ കോഡ് ഫോൾഡിംഗ് എന്ന് പറയും. VS കോഡിൻ്റെ ഒരു പ്രത്യേകതയാണിത്. സോ ഇറ്റ് മേക്സ് ഡെവലപ്പേഴ്സ് ലൈഫ് ഈസി. സോ ഇതുപോലെയുള്ള ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉള്ളതുകൊണ്ടാണ് VS കോഡ് പ്രിഫർ ചെയ്യുക, IDE പ്രിഫർ ചെയ്യുന്നത്. ബേസിക്കലി നോട്ട് പാഡിനെ കമ്പയർ ചെയ്യുമ്പോൾ IDE ആണ് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുക. മുമ്പൊക്കെ നോട്ട് പാഡിലാണ് ഇതൊക്കെ കോഡൊക്കെ എഴുതിയിരുന്നത്. നോട്ട് പാഡിൽ ഇത് ഈച്ച് ആൻഡ് എവറി ഞാൻ പറഞ്ഞ ബോയിലർ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈച്ച് ആൻഡ് എവറിത്തിങ് മാനുവലി ടൈപ്പ് ചെയ്തിട്ടാണ് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായത്. കോപ്പി പേസ്റ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. ഓക്കെ, സോ VS കോഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. സോ അത് കഴിഞ്ഞ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, കമൻറ്റ്. ഇതിൻ്റെ ഒരു സിനാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രൊജക്റ്റ് മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ടു അവോയ്ഡ് എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻസ് കമൻറ്റ് പ്ലേസ് ചെയ്യും. സോ കമൻറ്റ് ഇവിടെ കോഡിൻ്റെ മിഡിൽ കമൻറ്റ് ഇടുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല, ബിക്കോസ്
These comments will be ignored by the browser. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. കമൻറ്റ്സ് ആർ റിട്ടേൺ ഫോർ ഡെവലപ്പേഴ്സ് കൺവീനിയൻസ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഓക്കെ, ഞാനിപ്പോൾ ഈ എക്സ്റ്റേണൽ CSS സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ഇല്ലേ, അത് കമൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. സി, ഇത് ഗ്രീൻ കളറിൽ വന്നതുണ്ടോ? ഇതാണ് കമൻറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഒരു സെയിം പ്രോജക്റ്റിലെ കമ്പനിയിൽ 3 ഡെവലപ്പേഴ്സ് ഉണ്ട്. ഡെവലപ്പർ 1 ആൻഡ് സിമിലർലി ഡെവലപ്പർ 2 ആൻഡ് ഡെവലപ്പർ 3. ആൻഡ് ഇവിടെ ഡെവലപ്പർ 1, 2, 3ൻ്റെ ഷിഫ്റ്റ് ടൈമിങ്സും ഡിഫറെൻ്റ് ആവാം. ഓക്കെ, സോ അവർ ചെയ്യുന്ന സെയിം പ്രൊജക്റ്റിൽ ഇപ്പോൾ ഡെവലപ്പർ 1ന് ഡെവലപ്പർ 2 ആൻഡ് ഡെവലപ്പർ 3നോട് കൺവേ ചെയ്യണം, പ്ലീസ് ഡു നോട്ട് ടച്ച് മൈ കോഡ്. ഓക്കെ, ബിക്കോസ് അത് അവൻ നാളത്തേക്കല് കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. സോ അവനവിടെ കമൻറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലീസ് ഡു നോട്ട് ഓൾട്ടർ ദിസ് കോഡ്. ആൻഡ് അവനവിടെ കമൻറ്റ് ചെയ്യാം. ഡെവലപ്പർ 1, please do not alter this code. Save. സോ നെക്സ്റ്റ് ഡേ ഡെവലപ്പർ 2 ആൻഡ് ഡെവലപ്പർ 3 വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്പർ 1 അവിടെ മെൻഷൻ ചെയ്ത് കമൻറ്റ് കാണും, പ്ലീസ് ഡു നോട്ട് ഓൾട്ടർ ദിസ് കോഡ്. സോ ദേ മൈറ്റ് ബി നോയിങ് ഓക്കെ, സോ വി ഷുഡ് നോട്ട് മേക്ക് എനി ചേഞ്ചസ് ടു ദിസ് കോഡ്. സോ അവരവരെ കോഡ് ഹാൻഡിൽ ചെയ്യുക ആൻഡ് ടാസ്ക് ഫിനിഷ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് കമൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് കമൻറ്റിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, കൺട്രോൾ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ /. കൺട്രോൾ ആൻഡ് // പ്രസ് ചെയ്യുക ടുഗദർ, കമൻറ്റ്. അൺകമൻറ്റ് ചെയ്യാനും സെയിം ഓപ്ഷനാണ്. സെലക്ട് ചെയ്യുക കൺട്രോൾ പ്ലസ് // സേവ്. കമൻറ്റ് അൺകമൻറ്റ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഞാൻ കോഡിങ്ങിലൂടെ കാണിച്ചു തരാം. സോ ഇന്നലെ നമ്മൾ ചെയ്തു വെച്ച പ്രൊജക്റ്റിൻ്റെ സെഷൻ എടുക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ചെയ്തു വെച്ച index.html. വെബ്സൈറ്റ് ഈസ് ലൈവ്. ഇതിൻ്റെ കളർ ബ്ലൂ കളർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എക്വ കളർ വന്നത് CSS സ്റ്റൈൽ ഷീറ്റിലൂടെയാണ്. ഈ സ്റ്റൈൽ ഷീറ്റ് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത് വന്നത്. ഇത് ലിങ്ക് ചെയ്ത് ഞാനിവിടെ CSS സ്റ്റൈൽ പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് മാത്രമാണ് അത് വന്നത്. സോ ഞാൻ ഈ സെയിം ലിങ്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നൗ ദ ഡിഫറൻസ് നോക്കാം. ഞാൻ ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ടടാ, മാജിക്. CSS മൊത്തത്തിൽ ഇപ്പോൾ ഡിസപ്പിയർ ആയിരിക്കുകയാണ്. സോ ബേസിക്കലി കമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇഫ് കമൻസ് ആർ പ്ലേസ്ഡ് ദ ബ്രൗസർ വിൽ ഇഗ്നോർ ദം. കമൻസ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ബ്രൗസർ അത് ഇഗ്നോർ ചെയ്തു. സോ CSS ഫയൽ അവിടെ ഉള്ളത് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യില്ല. ഇനി നേരെ അൺകമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നോക്കാം. ഞാനിവിടെ അൺകമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അൺകമൻറ്റ് ആൻഡ് ഇപ്പം നോക്കാം. ഓക്കെ, ഐ നീഡ് ടു സേവ് ദിസ്. സേവ് ചെയ്യാൻ മറക്കാൻ പാടില്ല. സേവ് ചെയ്ത് ഇനി ഞാൻ വീണ്ടും റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് സീ ദ മാജിക്. ടടാ, സൈറ്റ് ഈസ് ബാക്ക്. സോ ഇതാണ് മേജർ ഡിഫറൻസ് കമൻറ്റ് ആൻഡ് അൺകമൻറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി മെറ്റാ ടാഗിൻ്റെ മേജർ ഡിഫറൻസ്. എത്ര ടൈപ്പ് മെറ്റാ ടാഗ്? 3 ടൈപ്പ് മെറ്റാ ടാഗ്സ് ഇവിടെ ഉണ്ട്. സോ അതിനെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. മേജറായി HTML കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ബിക്കോസ് HTML അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. സോ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ആസ് എ ബിഗിനർ ലെവൽ. സോ ഇൻഡെപ്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ നല്ലതാണ്.
സോ ഫർദർ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. താങ്ക്സ്.